എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം വാരത്തിലും 36 തിയേറ്ററുകളിൽ 53 ഷോകളുമായി ചന്തു വീണ്ടും അംഗം കുറിക്കുകയാണ്. പറഞ്ഞു വരുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചരിത്ര സിനിമയായ ഒരു വടക്കൻ വീരഗാഥയുടെ 4K റീമാസ്റ്റർ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 15 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ കഴിഞ്ഞു പോയ ഫെബ്രുവരി 7-ാം തീയതിയായിരുന്നു മലയാളത്തിലെ എക്കാലത്തെ മികച്ച ചരിത്ര സിനിമയായ ഒരു വടക്കം വീരഗാഥ 4K റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ചിത്രം റിലീസ് ചെയ്ത ആദ്യ ദിവസം വലിയ ഓളമൊന്നും തിയേറ്ററുകളിൽ ചിത്രത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചില്ല. എന്നാൽ രണ്ടാം ദിവസമായപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും പ്രേക്ഷക പിന്തുണ കൂടി വന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ടും ഷോ കൗണ്ടും കൂടുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. 4K റീമാസ്റ്റർ പതിപ്പിലൂടെ തിയേറ്ററുകളിലെത്തിയ മമ്മൂക്ക സിനിമകളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രമായിട്ടും ഒരു വടക്കൻ വീരഗാഥ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വല്യേട്ടൻ എന്ന സിനിമയുടെ കളക്ഷനാണ് ഒരു വടക്കൻ വീരഗാഥ മറികടന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം 14 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 90 ലക്ഷത്തിന് മുകളിലാണ് ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 17 ലക്ഷത്തിന് മുകളിലും ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും 20 ലക്ഷത്തിന് മുകളിലും ചിത്രം സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ ഏകദേശം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 1,35 ലക്ഷത്തിന് മുകളിലാണ് ഒരു വടക്കൻ വീരഗാഥ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഇതുവരെ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ 4K പതിപ്പ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.